അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭാര്യ ഭർതൃബന്ധത്തിലെ, ദാമ്പത്യ ജീവിതത്തിലെ സിഹർ. ഭാര്യക്കും ഭർത്താവിനും തമ്മിലുള്ള ഇടയിലുള്ള സിഹർ ഒരാൾ ചെയ്താൽ അവർക്കുണ്ടാകുന്ന 5 ലക്ഷണങ്ങൾ. കുറേ ആളുകൾ, ഉസ്താദേ തങ്ങളെ എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണ്, നല്ല സ്നേഹത്തിലായിരുന്നു. നല്ല സ്നേഹത്തിലെന്ന് വെച്ചാൽ ഞങ്ങൾ നല്ല പോലെ ഭാര്യ ഭർതൃബന്ധം ആസ്വദിച്ച് ജീവിച്ചവരായിരുന്നു. പക്ഷേ കുറച്ചു കാലമായിട്ട് ഞങ്ങൾ എന്തൊക്കെയോ അകൽച്ചകൾ, ഞങ്ങൾക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ. എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ഒരു പ്രശ്നങ്ങളോ ഞങ്ങളുടെ ഇടയിൽ വന്നിട്ടില്ല. പക്ഷെ എന്തൊക്കെയോ വിള്ളലുകൾ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് തങ്ങളെ എന്ന് വിളിച്ച് ധാരാളം ആളുകളെ വിളിച്ചവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇൻഷാ അല്ലാഹ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ധാരാളം ആളുകൾ നമ്മുടെ സിഹറിൻ്റെ വീഡിയോ, കണ്ണീറിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ധാരാളം ആൾ കമൻറ്റിൽ ദുആ വസിയത്ത് നടത്തിയവരുണ്ട്. ഫോണിൽ വിളിച്ച് സങ്കട കണ്ണീരുകൾ പറഞ്ഞവരുണ്ട്. തമ്പുരാനെ, അല്ലാഹുവേ, എന്തുദ്ദേശമാണോ അവരുടെ മനസ്സിലുള്ളത്, എന്ത് പ്രയാസമാണോ അവരുടെ ജീവിതത്തിലുള്ളത്, അല്ലാഹുവേ, റാസിഖായ ഖാലിഖായ തമ്പുരാനെ, നീ അത് കാണുന്നുണ്ടല്ലോ. അല്ലാഹുവേ, നീ അത് പരിപൂർണ സലാമത്ത് നീ കൊടുക്കണേ തമ്പുരാനെ, പരിപൂർണ ശിഫാ നീ കൊടുക്കണേ തമ്പുരാനെ. സിഹർ, കണ്ണീർ, മാരണങ്ങളെ തൊട്ട് അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളെ കുടുംബക്കാരെയും, ഈ വീഡിയോ കാണുന്നവരെയും അല്ലാഹുവേ അവരുടെ കുടുംബക്കാരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അത്തരം മാരണങ്ങളെ തൊട്ട് അല്ലാഹുവേ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ധാരാളം ആളുകൾ, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അവർക്ക് വേണ്ട പൈശാചികമായ ശറുള്ളവർ, പിശാചിൻ്റെ കെണിയിൽപ്പെട്ടവർ, കണ്ണീറിൽപ്പെട്ടവർ, അവർക്ക് വേണ്ട ചികിത്സാ രീതികൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവേ നീ ശിഫയാക്കണേ തമ്പുരാനെ. ഞങ്ങൾ പറഞ്ഞു കൊടുത്തതിൻ്റെ, ഞങ്ങൾ എഴുതിയ ഇസ്മിൻ്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ. പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ ധാരാളം ആളുകൾ വിളിച്ച് തമ്പുരാനെ, അല്ലാഹുവേ നിനക്കറിയാമല്ലോ അല്ലാഹുവേ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയുടെ അവസാനം ഇൻഷാ അല്ലാഹ് നമ്മൾ കൂട്ടമായിട്ട് മനസ്സുരുകി ഇരുകരങ്ങളും പടച്ച റബ്ബിലേക്ക് ഉയർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യും. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്താണ് സിഹർ? ഭാര്യ ദാമ്പത്യ ജീവിതത്തിലുള്ള സിഹർ, കണ്ണീർ. എന്താണ് ദാമ്പത്യ ജീവിതത്തിലുള്ള സിഹർ? അതിൻ്റെ 5 ലക്ഷണങ്ങൾ. കൂടുതൽ ലക്ഷണങ്ങൾ, കുറേ ലക്ഷണങ്ങളുണ്ട്. ആ ലക്ഷണങ്ങളേക്കൊന്നിൽ പ്രധാനപ്പെട്ട 5 ലക്ഷണങ്ങൾ വിശുദ്ധമായ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നു. അൽ ബഖറ സൂറത്തിലെ 102-ാമത്തെ ആയത്തിൽ, അൽ ബഖറ സൂറത്തിലെ 102-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത് എന്താണ്? ഹാറൂത്ത് വ മാറൂത്ത്. മാറൂത്തിനെ നിങ്ങൾക്കറിയില്ലേ? ആരാണ് ഹാറൂത്ത് മാറൂത്ത്? അവർ പടച്ച തമ്പുരാൻ്റെ 2 മലായികത്തീങ്ങളാണ്, ഹാറൂത്തും മാറൂത്തും. അവർ ഭൂമിയിലേക്ക് ഇറക്കി. എന്തിനിറക്കി? അല്ലാഹു ജനങ്ങൾക്ക് സിഹർ ഏതാണ്, മുഅ്ജിസത്ത് ഏതാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി. അല്ലാഹുവിൻ്റെ പ്രവാചകന്മാർ മുഅ്ജിസത്ത് കാണിക്കുമ്പോൾ, മാനുഷികതകൾ കാണിക്കുമ്പോൾ അവർ പറയും ഇതെല്ലാം സിഹറാണ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ജിന്നുകളെയും കാറ്റിനെയും ജിന്നിനെയും എല്ലാം അടക്കി ഭരിച്ച ഭരണാധികാരിയാണ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാം മുഅ്ജിസത്തുകൾ കാണിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു ഇതെല്ലാം എന്താണ്? സിഹറാണ്.
എന്ന് പറഞ്ഞു ആക്ഷേപിച്ചു. അങ്ങനെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്താണ് മുഅ്ജിസത്ത്, എന്താണ് സിഹ്ർ എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാഹു ഇറക്കിയ 2 മലായിക്കത്താണ്. അവരുടെ ചരിത്രം വിശാലമാണ്. മലക്കുകൾ, ആ ചരിത്രം ഇൻഷാ അല്ലാഹ് നമുക്കൊരു ദിവസം ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആ മലക്കുകളാണ് ഹാറൂത്തും മാറൂത്തും. അവരിൽ നിന്ന് ദാമ്പത്യ ജീവിതത്തെ വിള്ളൽ വരുത്താൻ വേണ്ടി ജനങ്ങൾ പഠിച്ചു, സിഹ്ർ പഠിച്ചു, മാന്ത്രിക വിദ്യകൾ അവരിൽ നിന്ന് പഠിച്ചു. അതായത് സിഹ്ർ. അതാണ് 102-ാമത്തെ ആയത്തിലൂടെ എന്ന് തുടങ്ങുന്ന അൽ ബഖറ സൂറത്തിലെ 102-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഹാറൂത്ത് മാറൂത്തിൽ നിന്നും ജനങ്ങൾ മാന്ത്രികതകൾ, സിഹ്റുകൾ പഠിച്ചു. എന്നിട്ട് ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വരുത്താൻ വേണ്ടി അള്ളാഹു പറയുന്നു, ഒരാൾക്കും ഒരാളെയും അള്ളാഹുവിൻ്റെ അനുവാദം കൂടാതെ ഒരാൾക്കും ഒരാളെയും ബുദ്ധിമുട്ടിലാഴ്ത്തുവാൻ സാധ്യമല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ബഖറ സൂറത്തിലെ 102-ാമത്തെ ആയത്തിലൂടെ പറയുകയാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സിഹ്ർ ചെയ്യുന്ന ആളുകൾ അവർക്ക് യാതൊരു ഉപകാരവും ഇല്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്തു കൂട്ടുന്നത്. അവർക്ക് യാതൊരു ഉപകാരവുമില്ല. അത് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് യാതൊരു ഉപകാരവും നേടാൻ സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതല്ല. അള്ളാഹു വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്. ഇത് ഖുർആന്റെ നസ്സാണ്. വിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ സിഹ്ർ എന്നത് ഉള്ളത് തന്നെയാണ്. ഇതിൽ യാതൊരു സംശയമില്ല. ഒരാൾക്ക് ഒരു സിഹ്ർ ഒരാൾക്ക് ഉണ്ടാകാം. ഞാനല്ല പറയുന്നത്, വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. ഹാറൂത്തിൽ മാറൂത്തിൽ നിന്നും നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ വരുത്താൻ വേണ്ടിയുള്ള മന്ത്രങ്ങൾ, അതായത് സിഹ്റുകൾ നിങ്ങൾ പഠിച്ചു. മലായിക്കത്തുകളിൽ നിന്നും, ആ 2 മലക്കുകളിൽ നിന്നും, ഹാറൂത്ത് മാറൂത്ത് അവരെന്തായി എന്നെല്ലാം നമുക്ക് ഇൻഷാ അല്ലാഹ് ചരിത്രം വിശാലമാണ്. ആ ചരിത്രത്തിലേക്ക് ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയിൽ നമുക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പം സിഹ്ർ എന്നുള്ളത് ഉള്ളത് തന്നെയാണ്. ദാമ്പത്യ ജീവിതത്തിൽ സിഹ്ർ ഉണ്ടാകാം. അതവർ പഠിച്ചിട്ടുണ്ട്. സിഹ്ർ ചെയ്യുന്നവർ, സാഹിര്യങ്ങൾ അത് പഠിച്ച് വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എങ്ങനെയൊക്കെയാണ് ദാമ്പത്യ ജീവിതത്തിൽ 5 കാര്യങ്ങൾ, കൂടുതലൊന്നും പറയുന്നില്ല, 5 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എങ്ങനെയെല്ലാം നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് പറയുന്നത്. എങ്ങനെയെല്ലാം ദാമ്പത്യ ജീവിതത്തിൽ സിഹ്ർ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതുണ്ടായാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വളരെ ഉഷാറായിരുന്നല്ലോ, വളരെ ദാമ്പത്യ ജീവിതം വളരെ ഭംഗിയായിട്ട് നയിച്ചവരായിരുന്നു. കുറേ ആളുകൾ ഫോൺ വിളിച്ചു പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾ എന്ത് സന്തോഷത്തിലാണ് ഉസ്താദിന് പറഞ്ഞാൽ തീരാത്തത്ര, ഞങ്ങൾക്ക് പറഞ്ഞാൽ തീരാത്തത്ര അത്രയും സന്തോഷത്തിൽ ജീവിച്ചവരായിരുന്നു ഞങ്ങൾ. ഉസ്താദെ ഒരു നിമിഷം എന്താണെന്നറിയില്ല, ഞങ്ങൾ കുറേ നോക്കി, ഞങ്ങൾക്ക് സാധ്യമല്ല ഉസ്താദ്, ഇതിനുള്ള മാർഗം, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പൊട്ടിക്കരഞ്ഞു പറഞ്ഞവരുണ്ട്. ഉമ്മമാർ പൊട്ടി 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 വിതുമ്പി കരഞ്ഞു പറഞ്ഞവരുണ്ട്. ഉസ്താദ് ഞങ്ങൾ പ്രയാസത്തിലാണ്, ഞങ്ങളിതിൽ നിന്ന് കരകയറ്റണം ഉസ്താദെ എന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ നിനക്കറിയാം തമ്പുരാനെ, ഞങ്ങളൊക്കെ ഇതിനൊരു സബബ് മാത്രമാണ്. സയ്യിദന്മാർ, ഉസ്താദന്മാർ ഒരു സബബ്, ഒരു കാരണം മാത്രമാണ്. ഇതിനുള്ള ഷാഫിഅ നീയാണ് തമ്പുരാനെ. നീ ശിഫ കൊടുത്ത് പ്രദാനം ചെയ്യണേ അല്ലാ, പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ ധാരാളം ആളുകൾ ഇതിൽ പെട്ടുപോയവരുണ്ട് തമ്പുരാനെ. പെടുത്തി സ്വന്തം ആളുകൾ, കൂടെ നടന്നവർ, നമ്മൾ സിഹ്റിൽ പറഞ്ഞതുപോലെ കൂടെ നടന്നവർ, കൂട്ടുകാർ, ബന്ധുക്കൾ ഇതിൽപ്പെടുത്തി അസൂയ മൂത്തിട്ട് ഇവരുടെ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും എന്ത് സ്നേഹത്തിലാണവർ എന്ന് കണ്ട് അസൂയ മൂത്ത് അവരിൽ ചെയ്തു വെച്ചതാണ്. അവർക്ക് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞതല്ലോ, ഞാൻ മുന്നേ പറഞ്ഞു. അവർ യാതൊരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്തു കൂട്ടുന്നത്. അവർക്ക് യാതൊരു ഉപകാരമില്ലാത്ത കാര്യങ്ങളാണ് സാഹിര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. നമ്മൾ പറഞ്ഞു സദൽ മൂബിഖാത്തിൽപ്പെട്ട 7 വൻ പാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ് സിഹ്ർ. അതിൻ്റെ ഗൗരവമായ വിഷയങ്ങൾ അവർ പഠിക്കുകയാണെങ്കിൽ ഇതിലേക്കൊന്നും അവർ പോകില്ല. ഒന്നാമത്തെ കാരണം, സിഹ്ർ ഒരാൾക്കുണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ ലക്ഷണം, നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്ത് നല്ല സൗന്ദര്യവതിയായിരുന്നു,
നമ്മൾ കെട്ടുന്ന സമയത്ത്, കല്യാണം കഴിക്കുന്ന സമയത്ത് ഭാര്യ നല്ല സൗന്ദര്യവതിയായിരുന്നു. കെട്ടി കുറേ കാലം കഴിഞ്ഞ് ഒരു പ്രശ്നവുമില്ല, ഒരു പ്രയാസവുമില്ല. സിഹിറുവനിൽ വന്നാൽ, ആരെങ്കിലും സിഹിറുവനിൽ ചെയ്താൽ നമുക്ക് ഭാര്യയെ സൗന്ദര്യമില്ലാത്തവളായി തോന്നും. ഞാൻ കെട്ടിയപ്പോൾ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ വഴക്ക്, കലഹത്തിലേക്ക് അത് നീങ്ങും. ശൈത്താൻ്റെ കളിയാണ്, ശൈത്താൻ്റെ ഫിത്നയാണ്. ഒന്നാമത്തെ ലക്ഷണം. അതേപോലെ ഭർത്താവിനുണ്ടാകും, ഭർത്താവിൻ്റെ മേലിലും ഭാര്യയ്ക്കുണ്ടാകും. ഭാര്യ വിചാരിക്കും, ഞാൻ കല്യാണം കഴിക്കാനുള്ള സമയത്ത് ഇവൻ ഇങ്ങനെ ആയിരുന്നല്ലോ, ഇവർ ഇങ്ങനെ ആയിരുന്നല്ലോ, നല്ല സൗന്ദര്യവാനായിരുന്നല്ലോ, ഇപ്പം എന്താ ഇങ്ങനെ? അവർക്കൊരു മശക്കത്ത്, ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ ഇടപെടും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തെ ലക്ഷണം, ഭയങ്കര ദേഷ്യം. എപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിൽ വളരെ വലിയ കലഹങ്ങൾ, അടിയും പിടിയും എപ്പോഴും. ഉസ്താദേ, അങ്ങനെ ധാരാളം ആളുകളെ വിളിച്ചിരുന്നു. ഉസ്താദേ, ഞങ്ങളുടെ സ്നേഹത്തിൽ, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞവരായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. എന്നെ എൻ്റെ ഇക്ക പൊന്നുപോലെ നോക്കിയിരുന്നു. ഞാൻ അങ്ങോട്ടും അങ്ങനെയായിരുന്നു. കുറച്ചിടയായിട്ട് ഞങ്ങൾ പ്രശ്നത്തിലാണ് ഉസ്താദേ. എന്താണ് ഇതിനുള്ള മാർഗം? ഇതിൽ നിന്ന് കഴിച്ചിലാവാൻ ഞങ്ങൾക്ക് രണ്ടാക്കും ഇഷ്ടം തന്നെയാണ്. എനിക്ക് എൻ്റെ ഭർത്താവിനോട് സ്നേഹം തന്നെയാണ്, അവർക്ക് എന്നോടുണ്ട്. പക്ഷേ ഞങ്ങൾ മുന്നിൽ കാണുമ്പോൾ, ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ കലഹങ്ങളും കച്ചറകളുമാണ്, പ്രയാസങ്ങളാണ് ഉസ്താദേ. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മളെ ചികിത്സാ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്, വിളിച്ചവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ്. അള്ളാഹുവേ നീ ഹൈറിലാക്കണേ തമ്പുരാനെ. ഞങ്ങൾ എഴുതിയ ഇസ്മിൻ്റെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് തമ്പുരാനെ നീ ഷിഫാ കൊടുത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അവരെ നീ അടുപ്പിക്കണേ തമ്പുരാനെ. പഴയ സ്നേഹത്തിലേക്ക് തന്നെ നീ തിരിച്ചയക്കണേ തിരിച്ചയക്കണേ തമ്പുരാൻ. മൂന്നാമത്തെ ലക്ഷണം, നമ്മൾ രണ്ടാമത് പറഞ്ഞ് ദേഷ്യം, മൂന്നാമത്തെ സ്നേഹക്കുറവ്. സ്നേഹം കുറഞ്ഞു വരിക. പയ്യെന്നപ്പോൾ കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ വലിയ സ്നേഹത്തിലായിരുന്നു. വലിയ സ്നേഹം എന്ന് വെച്ചാൽ ഭയങ്കരമായ സ്നേഹത്തിലായിരുന്നു, വളരെയധികം സ്നേഹത്തിലായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ഉസ്താദേ തങ്ങളെ, ഞങ്ങളുടെ സ്നേഹം കുറഞ്ഞു വരുന്നു, ഇതൊന്നുമല്ലായിരുന്നു തങ്ങളെ ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞ് കൈ മലർത്തിയവർ ധാരാളമുണ്ട്. സ്നേഹക്കുറവ് വരിക, ഇത് മൂന്നാമത്തെ ലക്ഷണമാണ്. ദാമ്പത്യ ജീവിതത്തിലെ സിഹിർ ബാധിച്ചാൽ മൂന്നാമത്തെ ലക്ഷണം സ്നേഹം ഇങ്ങനെ കുറഞ്ഞ് അതിൻ്റെ ഗ്രേഡ് ഇങ്ങനെ കുറഞ്ഞു വരിക. നാലാമത്തെ ലക്ഷണം, ദാമ്പത്യ ജീവിതത്തിലെ സിഹിർ സംബന്ധിച്ച് നാലാമത്തെ ലക്ഷണം, ജോലിക്ക് പോകാൻ പ്രയാസം അനുഭവപ്പെടുക. നല്ല ഗവൺമെൻറ് ജോലിയുള്ളവരാണ്, നല്ല എൻജിനീയർമാരാണ്, നല്ല സമ്പാദിക്കാൻ കഴിവുള്ളവനാണ്. പക്ഷേ ഈ സിഹിറങ്ങ് ഏറ്റുകഴിഞ്ഞാൽ ജോലിക്ക് തടസ്സം, ജോലിക്ക് പോകാൻ മടി ഇങ്ങനെ കാണിക്കാം. ഇത് ആണുങ്ങളിലുള്ള, ഭർത്താക്കന്മാരിലുള്ള ചില ലക്ഷണങ്ങളാണ്. കാരണം എന്താണ്? സമ്പാദ്യം കുറയും. ദാമ്പത്യ ജീവിതത്തിൽ ഇല്ലാതായി കഴിഞ്ഞാൽ ഭാര്യക്കാണെങ്കിലോ ഭർത്താവിനോട് ദേഷ്യം. നിങ്ങളൊന്ന് പണിക്ക് പോയി, നിങ്ങളെന്താ വീട്ടിലിങ്ങനെ ഇരിക്കുന്നു, കുറേ ദിവസമായല്ലോ, നമുക്ക് എന്താണുള്ളത്? ഒന്നുമില്ല. നിങ്ങളൊന്ന് പണിക്ക് പോയാലേ നമുക്ക് ഭക്ഷണം ഉണ്ടാവുള്ളൂ, നമുക്ക് എന്താ സമ്പത്ത് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ പ്രയാസമായി. അപ്പോൾ കലഹങ്ങളുണ്ടാവും. ശൈത്താൻ്റെ കളിയാണ്. അപ്പോൾ അവിടെ കലഹം ഉണ്ടാവും. കലഹം വരുത്തണം. ഇവൻ പണിക്ക് പോവാതിരുന്ന് വീട്ടിലിരുന്ന് ഇവിടെ ശൈത്താൻ അവിടെ പ്രവർത്തിക്കും. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് വീട്ടു ജോലികളിൽ, അടുക്കള ജോലി, കിച്ചൺ ജോലി, പിന്നെയോ മക്കളെ നോക്കൽ, അതിലൊക്കെ ഒരു പ്രയാസം, അവർക്ക് അതിലൊക്കെ ഒരു മടി കാണിക്കുക ഭാര്യയ്ക്കുണ്ടാവും. അപ്പം ഭർത്താവ് വഴക്കിന് വരും. അപ്പോൾ ഇത് കലഹങ്ങളിൽ അവസാനിക്കും. അതൊക്കെ ശൈത്താൻ്റെ ഒരു കളിയാണ്. അവസാനത്തെ ലക്ഷണം, ഭാര്യയും ഭർത്താവും ദുഃഖത്തിലായിരുന്നിരിക്കുക. എപ്പം നോക്കിയാലും ദുഃഖം. കാരണം നോക്കിയാലോ കാരണമില്ല, കാരണം അന്വേഷിച്ചാൽ ഒരു കാരണവുമില്ല. പക്ഷെ എപ്പം നോക്കിയാലും ദുഃഖം, എന്തോ ഒരു പ്രയാസം, എന്തോ ഒരു മനസ്സിന് വല്ലാതെ ഇങ്ങനെ കുലുക്കുക. ആരോന്നറിയില്ല, പ്രയാസം, മനസ്സിന് വല്ലാതെ പ്രയാസം ഇങ്ങനെ വരിക.
വളരെ ബുദ്ധിമുട്ടിലായിത്തുക. മനസ്സിനെ രണ്ടാളും ഒറ്റയ്ക്കിങ്ങനെ പോയിരിക്കുക, ഒരാളപ്പുറത്താണെങ്കിൽ ഒരാളപ്പുറത്ത്. ഇതൊക്കെ ദാമ്പത്യ ജീവിതത്തിലെ സിഹിറാണ്, ഇതൊക്കെ സാഹിര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന സിഹിറാണ്. ആദ്യകാലങ്ങളിൽ നല്ല നിലക്ക് നല്ല സന്തോഷത്തോടു കൂടി ജീവിച്ചവരാണ്. ഇപ്പോൾ സിഹിറേറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള 5 ലക്ഷണങ്ങളാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ 5 ലക്ഷണങ്ങൾ. അള്ളാഹുവേ ഞങ്ങളെ ദാമ്പത്യ ജീവിതം അള്ളാഹുവെ നീ സുഖകരമാക്കി തരണേ തമ്പുരാനെ. സ്നേഹമുള്ള ഐശ്വര്യമുള്ള ദാമ്പത്യ ജീവിതമാക്കി തരണേ തമ്പുരാനെ. അള്ളാഹുവേ ഞങ്ങളെ നീ പ്രയാസത്തിലാക്കല്ല തമ്പുരാനെ, ഞങ്ങളെ നീ ബുദ്ധിമുട്ടിലായിത്തല്ല തമ്പുരാനെ. അർഹമുറാഹിമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അള്ളാഹ്, ധാരാളം ആളുകൾ ദുആ വസിയത്ത് കമൻറ്റിലായിട്ടും ഫോൺ വിളിച്ച് പറഞ്ഞവരായിട്ടും ചെയ്തവരുണ്ട് തമ്പുരാനെ. അള്ളാഹുവെ അവരുടെ സകലമാന ഉദ്ദേശങ്ങളും ചെറുതും വലുതുമായ എന്തെല്ലാമാണോ അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു നിനക്കറിയാമല്ലോ തമ്പുരാനെ. നീ ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ ശിഫാ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. പൊട്ടിക്കരഞ്ഞ് പ്രയാസം പറഞ്ഞവരുണ്ട് അള്ളാഹുവേ, എന്താണോ അവരുടെ ഉദ്ദേശം, എന്താണോ ഉദ്ദേശം തമ്പുരാനെ മനസ്സിനുള്ളത് തമ്പുരാനെ നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. തങ്ങളെ നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഞങ്ങൾ പൊട്ടിക്കരഞ്ഞ് ആമീൻ പറഞ്ഞിരുന്നു തങ്ങളെ എന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ പറഞ്ഞവരുണ്ട് തമ്പുരാനെ. നീ അള്ളാഹുവേ നീ കാണുന്നുണ്ടല്ലോ തമ്പുരാനെ പ്രയാസങ്ങൾ, നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ധാരാളം 5-6 വർഷങ്ങളായി സിഹിറിൻ്റെ കണിയിൽപ്പെട്ടവരാണ് തങ്ങളെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞവരുണ്ട് തമ്പുരാനെ. അള്ളാഹുവെ അതിൽ നിന്നൊക്കെ നീ ബാത്തിലാക്കി കൊടുക്കണം തമ്പുരാൻ. അവരെ സിഹിർ, അവരുടെ മേലുള്ള കണ്ണേറ് സിഹിർ, പൈശാചികമായ ഉപദ്രവങ്ങൾ നീ ബാത്തിലാക്കണേ അള്ളാഹ്, നീ ബാത്തിലാക്കി കളയണേ തമ്പുരാനെ. അള്ളാഹുവെ നീ ബാത്തിലാക്കി കളയണേ തമ്പുരാനെ. അള്ളാഹുവെ മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് തമ്പുരാനെ. അള്ളാഹുവെ എൻ്റെ പൊന്നുമോള് ഖബറിലാണ് തങ്ങളെ എന്ന് പറഞ്ഞ് കമൻറ്റിൽ ചെയ്തവരുണ്ട് തമ്പുരാനെ, കമൻ്റ് അയച്ചവരുണ്ട് തമ്പുരാൻ. അള്ളാഹുവെ ആ പൊന്നുമോളുടെ ഖബറിടം അള്ളാഹു നീ സ്വർഗമാക്കി കൊടുക്കണേ തമ്പുരാനെ. നാളെ ഉമ്മയുടെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന പൊന്നു മക്കളിൽ ആ പൊന്നുമോളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹുവെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ധാരാളം പ്രവാസികൾ വിളിച്ചവരുണ്ട് അവരുടെ ജോലിയിൽ നീ ബർക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അവർ സമയമില്ലാത്ത സമയത്തും ഉസ്താദെ തങ്ങളെ എന്ന് വിളിച്ച് ഈ നമ്പർ കണ്ട് വിളിച്ചവരുണ്ട് അള്ളാഹുവെ അവരുടെ സകലമാന ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കണേ അല്ലാഹ്. അറബിക്കടൽ കടന്ന് അക്കരെ മഈശത്തും തേടി പോയവരാണ് അല്ലാഹ്. കുടുംബത്തെ കരകയറ്റാൻ പോയ പാവങ്ങളാണ് തമ്പുരാനെ ഞങ്ങളെ സഹോദരന്മാർ. അള്ളാഹുവരെ കൊയക്കല്ലേ അല്ലാഹ്. ഈ വീഡിയോ കാണുന്ന ഒരു പ്രവാസിയെയും നീ കഷ്ടപ്പെടുത്തല്ലേ തമ്പുരാനെ. എനിക്ക് വിളിക്കുന്നവരുണ്ട് തമ്പുരാനെ. അള്ളാഹുവെ അവരെ നീ പ്രയാസത്തിലാക്കല്ലേ അല്ലാഹ്, അവരെ നീ പ്രയാസത്തിലാക്കല്ലേ തമ്പുരാനെ. ബുദ്ധിമുട്ടിലായിത്തല്ലേ തമ്പുരാനെ. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് തമ്പുരാനെ. അള്ളാഹുവെ ആക്സിഡന്റ് അപകട മരണങ്ങൾ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ നൽകല്ലേ തമ്പുരാനെ. ഞങ്ങളെ മയ്യത്ത് പെറുക്കിയെടുത്ത് അള്ളാഹുവെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല തമ്പുരാനെ. വെട്ടിക്കീറുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല തമ്പുരാനെ. അള്ളാഹുവേ ഒരു കമൻറ്റിൽ വന്നൊരു മെസ്സേജ് ഉണ്ട്. അള്ളാഹുവേ ഉംറക്ക് പോവാൻ അള്ളാഹുവെ ആഗ്രഹം വെച്ചവരുണ്ട് തമ്പുരാനെ, ആഗ്രഹിച്ചവരുണ്ട് തമ്പുരാനെ. അള്ളാഹുവെ ഉംറക്ക് പോവാൻ ഉസ്താദെ തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് തമ്പുരാനെ. അള്ളാഹുവെ മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഉംറയും സിയാറത്തും വഹിക്കാൻ അവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ ഭാഗ്യം കൊടുക്കണേ തമ്പുരാനെ. പാപം പതിഞ്ഞ പാദം മതാഫിലൊന്ന് നിർത്തി കണ്ണിറയെ കഅബ കണ്ട് ദുഃഖദോഷ ഭാണ്ഡക്കെട്ടുകൾ കഅബാലയത്തിൽ ഇറക്കി വെച്ച് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ച് ഉമ്മ പറ്റ കൽബ് പോലെ കഅബയും കണ്ട്
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗളയും കണ്ട് മടങ്ങി വരാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ. ഭാഗ്യം നൽകണേ തമ്പുരാനെ, ഭാഗ്യം നൽകണേ തമ്പുരാനെ. പോയവർക്ക് വീണ്ടും വീണ്ടും പോവാൻ അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് പ്രയാസങ്ങൾ പറഞ്ഞ് വിളിക്കുന്നവരുണ്ട്, പ്രയാസങ്ങൾ പറഞ്ഞ് വരുന്നവരുണ്ട് തമ്പുരാനെ. അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ നീ സിഹ്ർ സംബന്ധിച്ച് ഞങ്ങളുടെ അടുത്ത് ചികിത്സ തേടി വരുന്നവരുണ്ട് തമ്പുരാനെ. അല്ലാഹുവേ എല്ലതും നീ ബാത്തിലാക്കണേ അല്ലാ, ബാത്തിലാക്കണേ തമ്പുരാനെ. എല്ലാ ശൈത്താനിയത്തും ഞങ്ങളെ ഉപ്പാപ്പമാരെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് നീ ബാത്തിലാക്കി കളയണേ അല്ലാ, നീ ബാത്തിലാക്കി കളയണേ തമ്പുരാനെ. ഞങ്ങളുടെ അടുത്ത് പ്രതീക്ഷിച്ച് വരുന്നവരുണ്ട് അല്ലാ, ഞങ്ങളെ ഉപ്പാപ്പമാരെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് നീ ബാത്തിലാക്കി കളയണേ, കരീച്ച് കളയണേ തമ്പുരാനെ, കരീച്ച് കളയണേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ തമ്പുരാനെ. ഞങ്ങളടുത്ത് വന്ന് രോഗം ശിഫയായവരുണ്ട് തമ്പുരാനെ, ഞങ്ങളടുത്ത് വന്ന് രോഗം ശിഫയായവരുണ്ട് തമ്പുരാനെ, സിഹർ ബാത്തിലായവരുണ്ട് തമ്പുരാനെ. അവർക്ക് നീ ഇനി ഒരിക്കലും നീ സിഹർ കൊടുക്കല്ലേ അല്ലാ, മറ്റുള്ളവരുടെ സിഹർ നിങ്ങൾ കൊടുക്കല്ലേ തമ്പുരാനെ. പലയിടത്തുനിന്ന് വിളിച്ചവർ അല്ലാഹുവേ, ഏത് കേരളത്തിൻ്റെ ഏത് ദിക്കിൽ നിന്ന് വിളിച്ചവരുണ്ട് തമ്പുരാനെ. അല്ലാ നീ ഖൈർ കൊടുക്കണേ തമ്പുരാനെ, ഖൈറിൻ്റെ വാതിൽ നീ തുറന്നിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ തമ്പുരാനെ. തെട്ടിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി കലിമ ചൊല്ലി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ, ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കിൽ പഞ്ഞി തിരകപ്പെടും. ആ സമയത്ത് ഈമാൻ നിറവടിയാക്കണേ അല്ലാ, ഈമാൻ നിറവടിയാക്കണേ തമ്പുരാനെ. ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങളെ വയ്യോരങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയപ്പെടുത്തണേ അല്ലാ, ഞങ്ങളെ ജനാസയപ്പെടുത്തണേ തമ്പുരാനെ, ഞങ്ങളെ ജനാസയപ്പെടുത്തണേ തമ്പുരാനെ. ഖബറിലേക്ക് ഊരക്ക് കയറിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഞങ്ങൾ താടി തലയിലേക്ക് കെട്ടിയത് കെട്ടയച്ച് ഞങ്ങളുടെ കവിള് മണ്ണിലേക്ക് വെക്കുമ്പോൾ അല്ലാഹുവേ നീ രക്ഷ നൽകണേ അല്ലാ, ഖബറിൽ രക്ഷ നൽകണേ തമ്പുരാനെ, ഖബറിൽ രക്ഷ നൽകണേ അല്ലാ, ഖബറിൽ രക്ഷ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലിഖാഇനെയും അവിടുത്തെ തൃക്കല്യാണത്തെയും രണ്ട് കണ്ടുകൊണ്ട് കാണാൻ ഏറ്റവും മുഹുദവി നൽകണേ തമ്പുരാനെ. ഞങ്ങളെ നന്നാക്കണേ അല്ലാ, ഞങ്ങളെ വീഡിയോ കാണുന്നവരെ നീ കുഴക്കല്ലേ അല്ലാ, ബുദ്ധിമുട്ടിലായിത്തല്ലേ അല്ലാ. അവർ എന്നെ സ്നേഹിച്ചത് കൊണ്ടല്ല, എൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് അഹ്ലു ബൈത്തിൻ്റെ ഒപ്പം കൂടിയവരാണ് തമ്പുരാനെ. അല്ലാഹു അവരെ കുഴക്കല്ലേ അല്ലാ, അവരെ കുഴക്കല്ലേ തമ്പുരാനെ, കുഴക്കല്ലേ അല്ലാ, കഷ്ടപ്പെടുത്തല്ലേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم إن شاء الله.